നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കഴിഞ്ഞ 10 വർഷം നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് വല്ലാത്ത ഒരു സംഘർഷം മനസ്സിലുണ്ടെങ്കിൽ, അത് മാറാനുള്ള എളുപ്പ വഴി ദേശാഭിമാനി വായിക്കുന്നതാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാക്കി പത്രങ്ങളിലെല്ലാം സംഘർഷത്തിൻ്റെയും പ്രതിസന്ധിയുടെയും വാർത്തകൾ വരുമ്പോൾ, നമ്മുടെ ദേശാഭിമാനിയിൽ മാത്രം ഈ നാട്ടിൽ നടക്കുന്നത് മാവേലി ഭരണമാണ്, എല്ലാം ശരിയാണ് എന്ന തരത്തിൽ വാർത്ത വരുന്നത് കൊണ്ട് സുഖമാണ് വായിക്കാൻ, സംഘർഷമുണ്ടാവില്ല. അങ്ങനെ മാനസിക സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ദേശാഭിമാനി വായിച്ചവർ ഇനി അത് വായിക്കരുത്. കാരണം ദേശാഭിമാനി തുറന്നാൽ മുഴുവൻ സംഘർഷമാണ്. അതേസമയം മറ്റ് പത്രങ്ങൾ വായിച്ചവർ വല്ലപ്പോഴും ദേശാഭിമാനി നോക്കണം, അവർക്ക് ചിരിക്കാനും ഉല്ലസിക്കാനും അവസരം കിട്ടും. ഞാൻ ഇന്നത്തെ ദേശാഭിമാനിയിലൂടെ ഒന്ന് അടിമുടി പോവാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുൻപ് നമുക്ക് പ്രധാനപ്പെട്ട 2-3 പത്രങ്ങൾ നോക്കാം. മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട വാർത്ത, മെസ്സിയുടെ പേരിൽ ഇവിടെ നടന്നത് കള്ളക്കളി, ED വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. പ്രധാനപ്പെട്ട വാർത്തയാണ്. പിന്നെ തീർച്ചയായും മാഞ്ഞു ഇടതോരാത്ത ധൈഷണിക പ്രതിഭ എന്ന് പറഞ്ഞ് ഡോക്ടർ MB പരമേശ്വരനെ 91-ാമത്തെ വയസ്സിൽ അന്തരിച്ചതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുണ്ട്. മനോരമയും അങ്ങനെ തന്നെ. ഇതാണ് ആ രേഖ, ലഘുരേഖ, മെസ്സിയുടെ പേരിൽ തട്ടിപ്പ്, കൂടുതൽ വിവരങ്ങൾ പുറത്ത് എന്ന് പറഞ്ഞ് പ്രധാന വാർത്ത. MB പരമേശ്വരൻ വിടവാങ്ങി എന്ന് പറഞ്ഞ് പരമേശ്വരന് ആദരവ് കൊടുക്കുന്നു. കേരളകൗമുദി അവസാനത്തെ പേജിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും മെസ്സിയുടെ പേരിൽ നടന്നത് 126 കോടിയുടെ ചൂതാട്ടം എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. MB പരമേശ്വരൻ്റെ മരണ വാർത്ത 1-ാം പേജിൽ പ്രാധാന്യത്തോട് കൊടുത്തു. MB പരമേശ്വരൻ ഓർമ്മയായി എന്ന് പറഞ്ഞ്. ദീപിക 1-ാം പേജിൽ മെസ്സി വിവാദം ഫുൾ ഫൗൾ എന്ന് പറഞ്ഞ് 1-ാം പേജിൽ കൊടുത്തു. മറ്റ് പത്രങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ ഞാൻ ദേശാഭിമാനി എടുത്തു നോക്കി. ദേശാഭിമാനി ദിനപത്രത്തിൽ ആ വാർത്ത എങ്ങനെ കൊടുത്തു എന്നറിയാൻ വേണ്ടി ഞാൻ അരിച്ചു പറക്കി നോക്കിയിട്ട് ആ വാർത്ത കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല, ദേശാഭിമാനിയുടെ വാർത്തകളെല്ലാം ചിരി പടരുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ, മാനസിക സംഘർഷമുണ്ടെങ്കിൽ ഓടിയെത്തുക, ഇന്നത്തെ ദേശാഭിമാനി വായിക്കുക. അല്ലെങ്കിൽ ദേശാഭിമാനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സ്വസ്ഥമായിരുന്ന് ചായയൊക്കെ കുടിച്ച് ആസ്വദിക്കുക. എന്തായാലും ന്യായീകരിക്കാനൊന്നും ദേശാഭിമാനി ഇന്നലെ രംഗത്തിറങ്ങിയിട്ടില്ല. കാരണം നാളെ ഇതെന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയില്ല. ആരോപണത്തിൽ ഇടതു മന്ത്രിസഭയിലെ അബ്ദുൾ റഹ്മാൻ എന്ന മന്ത്രി ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട ആരോപണം ഉയരുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാർക്ക് നേരെയാണ്. അവർ CPMൻ്റെ ഐശ്വര്യമാണെങ്കിലും അവർ ചെയ്ത കൊള്ളയ്ക്ക് പിണറായി സർക്കാരിന് പങ്കുണ്ടെങ്കിലും തൽക്കാലം തലവയ്ക്കണ്ടേ അവർ തീരുമാനിച്ചു. അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് നിക്ഷേപം വന്നതിനെക്കുറിച്ച് വാർത്ത എഴുതി പുലിവാലി പിടിച്ചതുപോലാകും. പക്ഷെ ദേശാഭിമാനി കണ്ടു നോക്കുക, നമ്മൾ ഞെട്ടിപ്പോകും. MB പരമേശ്വരൻ അന്തരിച്ചു എന്നത് മനോരമയും മാതൃഭൂമിയും കൊടുത്ത പ്രാധാന്യത്തിൽ അവർ കൊടുത്തിട്ടില്ല. ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ആണവ ശാസ്ത്രജ്ഞനായിരുന്നു, മോസ്കോയിൽ പോയി സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് പഠിച്ചതാണ്. പക്ഷേ പിണറായി വിജയൻ അത്ര പിടുത്തമല്ലാത്തതുകൊണ്ട് ഒതുക്കി കൊടുത്തു. മറ്റേതെങ്കിലും ഒരു പ്രാദേശിക നേതാവാണെങ്കിൽ പോലും ദേശാഭിമാനിയുടെ പ്രധാന വാർത്തയാകും. അപ്പോൾ പിന്നെ ദേശാഭിമാനിയുടെ പ്രധാന വാർത്ത എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയ. കാസർഗോഡ് MDMAയുമായി പിടിയിലായവർ സതീശൻ ഓഫീസിലെ സ്ഥിരം സന്ദർശകർ. പ്രധാന പ്രതി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് ഞെട്ടിക്കുന്ന വിവരം. നോക്കുക, ദേശാഭിമാനി എന്ന് പറയുന്ന ദിനപത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയ എന്നാണ്. ഇത് കേട്ടാൽ നമ്മൾ ഓർക്കും VD സതീശൻ്റെ ഓഫീസിലാണ് കേരളത്തിലെ ലഹരി മാഫിയെ നിയന്ത്രിക്കുന്നതെന്ന്. എന്തൊരു വിവരം കെട്ടവരാണ്. പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ് കേട്ടോ. മയക്കുമരുന്ന് വിതരണത്തിന് ചുക്കാൻ പിടിക്കുന്നവരുടെയും ലഹരി സാധനങ്ങൾ കടത്തുന്ന ഏജന്റുമാരുടെയും താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. MDMAയുമായി കാസർഗോഡ് കാലിക്കടവിൽ പിടിയിലായ KH മുഹമ്മദ് ഹുസൈൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്നത് ഞെട്ടിക്കുന്നതാണ്. മുഹമ്മദ് ഹുസൈനൊപ്പം അറസ്റ്റിലായ അബ്ദുൽ സലാമും P അബ്ബാസും പെരുമ്പാവൂരിലെ സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇവർക്കെല്ലാം VD സതീശനുമായി അടുത്ത ബന്ധമുണ്ടെന്നതിൻ്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്ഥിരം സന്ദർശകൻ്റെയും കൂടുതൽ തെളിവുകളാണ് ദിവസവും പുറത്തു വരുന്നതും MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് കേട്ട് നമ്മൾ കരുതുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ജീവനക്കാർ ഈ ലഹരി മാഫിയയുടെ ഭാഗമാണെന്ന്. അല്ല, മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഈ ലഹരി കേസിൽ അറസ്റ്റിലായ ആൾ വന്നിട്ടുണ്ട്. ഏത് മനുഷ്യനും മുഖ്യമന്ത്രിയെ കാണാൻ ചെല്ലാം. അയാൾ കോൺഗ്രസ്സുകാരനുമായിരുന്നിരിക്കാം. കോൺഗ്രസ്സുകാർ കുറ്റം ചെയ്യില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് ലഹരി ഇടപാടിൻ്റെ ചുമതല എന്നൊക്കെ പറഞ്ഞ് പ്രധാന വാർത്ത എഴുതാൻ തൊലിക്കെട്ടി എത്ര അപാരമായിരിക്കണം. മുഖ്യമന്ത്രി ഓഫീസുമായി ഒരു ബന്ധവുമില്ല. അയാൾ വന്നിട്ടുണ്ടാവും, ഇല്ലെന്നൊന്നും അവരും പറയുന്നില്ല. മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, അങ്ങനൊരു പദവിയെ മുഖ്യമന്ത്രിക്ക് ഒരു കാലത്തും ഉണ്ടായിരുന്നത് പിണറായിക്കായിരുന്നു. അന്നും ഇന്നും സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉള്ളത്. മുഖ്യമന്ത്രി VD സതീശൻ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നിരിക്കാം, കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം കുറിപ്പുകൾ എഴുതിയിരുന്നിരിക്കാം. ഇനി VD സതീശനുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടിരിക്കാം. ഏതെങ്കിലും ഒരു ഫോട്ടോ മതിയല്ലോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും VD സതീശൻ്റെ ആളാണ് എന്ന് അവകാശപ്പെടാം. ആർക്ക് വേണമെങ്കിലും VD സതീശനെ അവിടെ ചെന്ന് കാണാം. അവിടെ വരുന്ന ആരെയും കാണാതിരിക്കില്ല. ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. ഈ ദേശാഭിമാനി എന്താണ് ചെയ്യേണ്ടത്? പാർട്ടി സെക്രട്ടറി എന്താണ് ചെയ്യേണ്ടത്?
ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉണ്ട് എന്നതിന് തെളിവ്, അദ്ദേഹം വെറുതെ ആരോപിച്ചിട്ട് കാര്യമില്ല, സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായി നിയമിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു വാർത്തയെങ്കിലും, ഒരു ഉത്തരവെങ്കിലും പുറത്തു കാണിക്കണം. മുഖ്യമന്ത്രി ഓഫീസിൽ സന്ദർശിച്ചു എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ പറയുന്ന ദേശാഭിമാനിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. പിന്നെ അവരുടെ വാർത്ത ഒളിച്ചോട്ടം തുടർന്ന് മോദിയും അമിത്ഷായും എന്നതാ. സ്ഥിരം അങ്ങനെ മോദിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ മാത്രമല്ലേ അണ്ടർഗ്രൗണ്ടിലൂടെ ചെയ്യുന്ന കച്ചവടം അണികൾ സംശയിക്കാതിരിക്കൂ. വധശിക്ഷ നിരോധിച്ച് ലബനൻ എന്നൊരു വാർത്ത കൂടിയുണ്ട്. ആകപ്പാടെ കൊള്ളാവുന്ന 2 വാർത്ത. ഓണപ്പരീക്ഷ നാളെ മുതൽ, ഒറ്റപ്പെട്ട മഴ തുടരും എന്നത് മാത്രമാണ്. ജീവനക്കാരുടെ ജീവൻ എടുത്ത് സർക്കാർ എന്നതാണ് പ്രധാനപ്പെട്ട 2ാമത്തെ വാർത്ത. നമ്മൾ ഇന്നലെ അതേക്കുറിച്ച് പറഞ്ഞതാണ്. CPM-ന്റെ കാലത്ത്, പിണറായിയുടെ ഭരണകാലത്ത് സ്ഥലം മാറ്റപ്പെട്ടവർ ഇപ്പോൾ മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് വന്നും പറ്റും. അതിൻ്റെ പേരിൽ സർക്കാർ ജീവനെടുക്കുന്നു എന്ന തരത്തിൽ വാർത്താ പ്രചരണവുമായി 2ാമത്തെ പ്രധാന വാർത്ത. അവസാനിക്കുന്നില്ല ഇന്നത്തെ തമാശ. ജീവനക്കാരെ ഇറക്കി സ്വീകരണം വലഞ്ഞു ജനം. അമേരിക്കൻ ടൂർ കഴിഞ്ഞ് മേയർ എത്തി എന്ന് പറഞ്ഞ് മേയർക്കെതിരെയും കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം ലോക്കൽ പേജിൽ. ജീവനക്കാരെ പിരിച്ചുവിട്ട് വിജ്ഞാന കേരളവും തകർത്ത് UDF എന്നതാണ് മറ്റൊരു വാർത്ത. വിജ്ഞാന കേരളമൊക്കെ CPM-ന്റെ അന്തം കമ്മികൾക്ക് പണമുണ്ടാക്കാനുള്ള ഏർപ്പാടായിരുന്നിരിക്കണം. ഉറ്റവരെ കാത്തു തീരം തെല്ലും കൂസാതെ സർക്കാർ, അതും ഇന്നലെ പറഞ്ഞതാണ്. പ്രതികളുടെ മുഖ്യമന്ത്രി ഓഫീസ് ബന്ധം വ്യക്തമാക്കണം സതീഷ്, CPM നേതാവ് പറഞ്ഞാണ്. UDF സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളികളുടെ ഉശിരൻ പ്രതിഷേധം. സന്നദ്ധ പ്രവർത്തനത്തിന് മഹാകാലം. DYFI സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് വാർത്തയുണ്ട്. സർക്കാരിൻ്റെ ഇത് കുറ്റകരമായ അനാസ്ഥ. TP എന്ന് പറഞ്ഞൊരു സാധനം, TP എന്ന് TP ചന്ദ്രശേഖരനെ ഓർത്തിട്ടതായിരിക്കും. ഉച്ചഭക്ഷണം നടത്തുമ്പോൾ അധ്യാപകർക്ക് തലവേദന. വാർത്തകൾക്ക് കേരളത്തിലും വിലക്ക്. മോദി മോഡ് സെൻസർഷിപ്പ്. ഓർക്കണേ, വാർത്ത എഴുതുന്ന മാധ്യമപ്രവർത്തകർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക, വാർത്ത സോഷ്യൽ മീഡിയ വഴി ആവശ്യപ്പെട്ട് നിരോധിക്കുക, ഇതൊക്കെ സ്ഥിരമായി ചെയ്യുകയും മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്ത് CPM ഭരണം കഴിഞ്ഞ ഉടൻ ദേശാഭിമാനി വാർത്തകൾക്ക് കേരളത്തിലും വിലക്ക്, മോദി മോഡൽ സെൻസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിരുന്നു. MDMA-യുമായി പിടിയിലായത് യൂത്ത് കോൺഗ്രസുകാർ. മുഖ്യപ്രതി മുഖ്യമന്ത്രി വിശ്വസ്തൻ എന്ന പേരിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. TG മോഹൻദാസിന്റെ ജാമ്യം കളിച്ചത് സർക്കാർ എന്ന് പറഞ്ഞ് നിലനിൽക്കാത്ത കേസിൽ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തതുപോലും കുറവായിപ്പോയി എന്ന ഭാഷ്യമാണ്. BJP-യുമായി പാലമിട്ട് VD സതീശൻ വീണ്ടും അങ്ങനെ പറയുന്നുണ്ട്, സ്ഥിരം പറയുന്നതാണ്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ജീവനെടുക്കുന്ന സ്ഥലമാറ്റ ഭീഷണിയും. ഓർക്കണേ, സ്ഥലമാറ്റമാണ് അവരുടെ വിഷയം. CPM സ്ഥലം മാറ്റി, ആൾ മരിച്ചുപോയി, VD സതീശൻ സമാധാനം പറയണം. ഇറാനെ ഭയന്ന് ട്രംപിന്റെ ഒളിച്ചോട്ടം. പിന്നെ ഫിദലിന്റെ 100 വർഷം നിത്യപ്രചോദനം ലോകം ക്യൂബയിൽ എന്ന് പറഞ്ഞൊരു കിടിലോൽക്കിടിലൻ ലേഖനം കൂടിയുണ്ട്. അതായത് ആകപ്പാടെ ഓർക്കാൻ ഈ ഫിഡലും VS അച്യുതാനന്ദനും ഒക്കെ ഉള്ളല്ലോ. RSS ഭീകര സംഘടന മുൻ പ്രചാരകന്റെ കഥ. ഈ പ്രചാരകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? CPM-ന്റെ ഒരു സാധാരണ ബ്രാഞ്ച് കമ്മിറ്റി അംഗം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വാർഡ് കമ്മിറ്റി അംഗം, ഏറ്റവും താഴത്തെ തട്ടിലെ അംഗത്വമുള്ള ഒരാൾ. അതിന് തുല്യമാണ് RSS-ന് പ്രചാരകൻ. ആ പ്രചാരകന്റെ കത്താണ്, ഒരു പ്രചാരകന്റെ കത്താണ് വലിയ വാർത്ത. സവർക്കറുടെ അനുയായി കമ്മ്യൂണിസ്റ്റുകാർ ധൈര്യം ഇളക്കേണ്ട, ബ്രിട്ടാസിനെ ഒന്ന് ഹീറോയാക്കാൻ ഒരു വാർത്തയുണ്ട്. SAR-ൽ പ്രകാശ് രാജിന്റെ വോട്ടും വെട്ടി. പരിശീലനം ലഭിച്ച മത്സ്യത്തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല പിണറായി. ഇവർ വേറെ സംവിധാനമൊന്നും ഒരുക്കി കൊടുത്തിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് സഹായിക്കുന്നതാണ്. പക്ഷെ പരിശീലനം സിദ്ധിച്ചവരെ എടുത്തിരുന്നു. പരിശീലനം കൊടുത്തിട്ടുള്ളത് CPM-ന്റെ വക്താക്കൾക്ക് മാത്രമായിരിക്കും. ഓഖി ബാധിതരെ ചേർത്ത് പിടിച്ച മാതൃക. അന്ന് അനാസ്ഥയുണ്ടായില്ല, സഹായം മുടങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് പഴയ ഓക്കിക്കാലത്തെ വിവരക്കേടുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു അനാസ്ഥയും ഉണ്ടാവാതിരുന്നത് കൊണ്ടായിരിക്കുമല്ലോ മത്സ്യത്തൊഴിലാളികൾ പങ്കായം കൊണ്ട് പിണറായിയെ തീരദേശത്തുകൂടി ഓടിച്ച് വണ്ടിയിൽ കയറ്റിവിട്ടത്. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ചിരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വല്ലപ്പോഴും ദേശാഭിമാനി കാണാം. അങ്ങനെയെങ്കിൽ റിപ്പോർട്ടർ മുതലാളി കാട്ടുകള്ളൻ ആൻഡോപ്പൻ പിടിയിലാകുന്നത് പോലും നമുക്കറിയാതിരിക്കാം.